ഹായ് മക്കളെ, ഈ ഒരു വീഡിയോയും ഇതിൽ പറയുന്ന ബാച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. ആകെ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്തുള്ളത് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടും ഈ വീഡിയോ കേട്ടിട്ട് വല്ല കാര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, ഒരു സ്വപ്നമാണ്. ശരിക്കും ഒരു സ്വപ്നമല്ല കേട്ടോ, നിങ്ങൾക്ക് 3 സ്വപ്നം വേണം. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒരു മാറ്റം വേണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. അത് മിക്കവാറും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അതായത് ഓരോ ദിവസവും എന്താണ് നന്നാവണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണ്, ഒന്നും പറ്റൂല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കര റിഗ്രറ്റോടെ, സങ്കടത്തോടെ, നെഞ്ചിലൊരു കനത്തോടു കൂടിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഉറങ്ങുക. ഒന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് നമ്മളൊരു തീരുമാനിക്കും, നാളെ മുതൽ സെറ്റാവും. പക്ഷെ അത് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു രീതി, ഈ ഒരു സിസ്റ്റം മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നിങ്ങൾ +1 എത്തിയതിന് ശേഷം ആകെ കൈവിട്ട് പോയത് തിരിച്ചു പിടിച്ച് +1 നല്ല മാർക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ, ഈ ഒരു ബാച്ച് നിങ്ങൾക്കാണ്. രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ മൂന്നാമത്തതോ, അതിലും മതിയാവില്ലടാ. അതായത് ശരിക്കും നിങ്ങളുണ്ടല്ലോ, ഈ ഒക്ടോബർ മാസത്തിൽ മാർച്ചിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാണ്. ഒരു സക്സസ്ഫുൾ പേഴ്സൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം, അതായത് കുറച്ചും കൂടെ അകലെയുള്ള ഒരു ഡ്രീമിന് വേണ്ടി ഇപ്പം തന്നെ പണിയെടുക്കുക എന്നുള്ളത്. അപ്പം ഈ 3 ആഗ്രഹങ്ങളും, അതായത് ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള 3ാമത്തെ ആഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ, ഈ അവസ്ഥ മാറണം, +1 നല്ല മാർക്ക് വേണം, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള 3 ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ആഗ്രഹമൊക്കെ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും അല്ലേ. ഇല്ലേ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ അവസ്ഥ മാറണമെന്നും +1 നല്ല മാർക്ക് ആവണമെന്നും പിന്നെ ലൈഫിൽ രക്ഷപ്പെടണം എന്നൊക്കെ നമുക്ക് ഭൂരിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഡെയിലി ഒരു 3 മണിക്കൂർ ഞാൻ എന്തായാലും മാറ്റിവെക്കും. അതായത് ആ 3 മണിക്കൂറിൽ ഞാൻ പഠനമല്ലാതെ വേറൊന്നും ചെയ്യൂല എന്നും കൂടെ ഉറപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബാച്ചും, അല്ലെങ്കിൽ എജ്യൂപോർട്ട് ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രീ ബൂസ്റ്റർ ബാച്ച്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്ക്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വെറുതെ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യും, നിങ്ങൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ കുറെ പൈസ കളയും, അവസാനം എന്തായിരിക്കും, ഒന്നും എത്തൂല. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കി, ഈ 3ഉം നിങ്ങൾ ഈ 2 കണ്ടീഷൻ, അല്ലെ 3 1 4 കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണുള്ളത്. അങ്ങനെയാണ് ഞാൻ ബാച്ചിനെ കുറിച്ച് പറയണം. എടാ, ബാച്ച് വളരെ സിമ്പിളാണ്. അത് ശരിക്കും നമ്മൾ ക്രിസ്മസ് എക്സാം സെറ്റാക്കി തരുന്നൊക്കെയാണ് പറയുന്നെങ്കിലും ശരിക്കും നിങ്ങളുടെ +1 സെറ്റാക്കലാണ് ഈ ബാച്ചിന്റെ പ്രധാന ഉദ്ദേശം. കാരണം എന്ന് വെച്ചാൽ ഓരോ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാലും നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് തുടങ്ങാറുണ്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ SSLC ബൂസ്റ്റർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവസാന നിമിഷം എന്താ പറയുക, 1 ഷോട്ടുകൾ വെച്ച് നിങ്ങൾ മുഴുവൻ പഠിപ്പിക്കുക. പക്ഷെ +1 അത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ജനുവരി ഫെബ്രുവരി 2 മാസം കൊണ്ട് മുഴുവൻ തീർക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനു പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒക്ടോബർ 20 മുതൽ തന്നെ നമ്മുടെ ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം, എനിക്ക് തോന്നുന്നു എല്ലാ സബ്ജക്റ്റിലും കൂടെ ഏകദേശം 50ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ക്രിസ്മസ് എക്സാമിന്റെ ഫുൾ പോർഷൻസ് നമ്മൾ തീർക്കും. ഓക്കെ, അതിനുശേഷം ജനുവരിയിൽ ക്രിസ്മസ് എക്സാമിന് ശേഷം ഡിസംബർ അവസാനവും ജനുവരി ആയിട്ട് എന്ത് ചെയ്യും, ബാക്കി പോർഷൻസും നമ്മൾ തീർത്തരും 1 ഷോട്ട് വീഡിയോസിലൂടെ. പിന്നെ ഇതിലെന്താണ്, ഡിസംബർ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രിസ്മസ് എക്സാമിൻ്റെ, അതായത് ഒക്ടോബർ നവംബറിൽ തീർത്തിട്ട് ഡിസംബറിൽ ക്രിസ്മസ് എക്സാം വരെയുള്ള പോർഷൻ്റെ റിവിഷൻസും മോക്ക് എക്സാമുകളും ലൈവുകളൊക്കെ ആയിട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് മുമ്പ് തന്നെ സെറ്റാണ്. എനിക്ക് തോന്നുന്നത് ഡിസംബർ 8 നിങ്ങൾ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക, മുഴുവൻ സെറ്റാക്കി തരും. ആൻഡ് ജനുവരിയിൽ സിലബസ് തീർത്തിട്ടോ ഫെബ്രുവരിയിലും മാർച്ചിലും ഇതേപോലെ എൻ്റെ ടോപ്പിക്കിൻ്റെ റിവിഷനും മോഡൽ എക്സാംസും. അപ്പോൾ ഇവിടെ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നവും ഞാൻ പറഞ്ഞുതരാം. എല്ലാ ചാപ്റ്റേഴ്സും ചിലപ്പോൾ നിങ്ങൾക്ക് 1 ഷോട്ടിലൊന്നും മനസ്സിലാവണമെന്നില്ല. 1 ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ ഒരു 2 മണിക്കൂറിലൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാവാത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് എൻ്റെ എജ്യൂപോർട്ടിൻ്റെ +1 സിലബസിലേക്കുള്ള ആക്സസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, 1 ഷോട്ട് ചിലപ്പോൾ കത്തുന്നില്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ, കുറച്ചും കൂടി എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ നേരെ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ജനുവരിയിൽ തുടങ്ങിയാൽ പോരാൻ, പകരം എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തുടങ്ങണം. അതാണ് പ്രീ ബൂസ്റ്റർ ബാച്ച്. ഇതിൻ്റെ കൂടെ നമ്മൾ സ്ഥിരം തരുന്ന കാര്യങ്ങൾ, മൈൻഡ് മാപ്പ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ 3 സെറ്റ് ഓഫ് എക്സാംസ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മുമ്പ് നമ്മൾ നടത്തും. എയുടെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോ സബ്ജക്ട് വൈസ് നിങ്ങൾ അതിനെക്കുറിച്ച് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 1 ഷോട്ട് തരാൻ എല്ലാവർക്കും തരുന്ന കേസാണ്. പക്ഷെ ചില കുട്ടികൾക്ക് എന്തായിരിക്കും, പിന്നെ ട്രിഗണോമെട്രിക്ക് മുമ്പ് കുറച്ച് ഓൾജിബ്ര സെറ്റ് ആക്കണമെന്നുണ്ടാവും. അപ്പോൾ അത് ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യും, മാത്സ് ക്ലബ്ബ് വഴി ഓൾജിബ്രയുടെ ബേസിക്സ് തരും. അങ്ങനെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ നിങ്ങളുടെ ബലഹീനത, അത് നോക്കിയിട്ട് അത് സോൾവ് ചെയ്യാനുള്ള സ്പെഷ്യൽ സെഷൻസ് എന്ത് ചെയ്യും നമ്മൾ തരുന്നതായിരിക്കും. ആൻഡ്
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ പേഴ്സണൽ മെൻറ്റർ. നിങ്ങൾ ആരോട് ചോദിച്ചാലും നിങ്ങളുടെ പ്രിയപ്പെട്ട മെൻറ്റർ നിങ്ങളൊരു ചേച്ചിയെ പോലെ കരുതിയിട്ടല്ല, നിങ്ങളൊരു അനിയത്തിയെ പോലെ കരുതിയിട്ട് നിങ്ങളെ മാക്സിമം ട്രാക്കിലാക്കാൻ എന്ത് ചെയ്യും, അവർ കീപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ആഗ്രഹവുമുണ്ട്, അതിനുവേണ്ടി ഒരു ഡെയിലി ഒരു 3 മണിക്കൂർ മാറ്റി വെക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ 3 മണിക്കൂർ ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ട് +1 നിങ്ങളുടെ SSLC പോലെ തന്നെ ഫുൾ A+ എത്തിച്ചേരാൻ പറ്റും. ഉറപ്പായിട്ടും. നിങ്ങൾ എത്ര മോശം, ഇപ്പൊ SSLC നിങ്ങൾക്ക് ഒരു 2 A+ ആണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് തോന്നുകയാണ് സയൻസ് എടുത്ത മണ്ടത്തരാന്ന് നിങ്ങൾ എഴുതിക്കോ. പക്ഷെ എന്നാലും എന്താണ്, നിങ്ങളെ നമ്മൾ ഇനിയുള്ള സമയം ആവശ്യത്തിന് നമുക്കുണ്ട്, ഞങ്ങൾ A+ എത്തിച്ചേരും. ഓക്കെ. ആൻഡ് ഈ ബാച്ചിന് നമ്മളിപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫർ വഴി 4299 വരെയാണ്. ആൻഡ് 4299 രൂപയാണ്. ആൻഡ് ബാച്ച് തുടങ്ങുന്നത് ഒക്ടോബർ 20-നാണ്. ഓക്കെ. ഒക്ടോബർ 20 മുതൽ നമ്മൾ എന്താണ് ഫൈനൽ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അടിപൊളിയായിരിക്കും അല്ലേ? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരുണ്ട് അല്ലെങ്കിൽ ഇയാൾ വെറുതെ തള്ളുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 7 ദിവസത്തെ 7 ഡേയ്സിൻ്റെ എന്തുണ്ട് റീഫണ്ട് പോളിസി ഉണ്ട്. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് 7 ദിവസം കൊണ്ട് നിങ്ങൾ പറയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 100% ഫീസ് നമ്മൾ റീഫണ്ട് തരും. സോ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടോ, +1 നല്ല മാർക്ക് വേണോ, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പം തന്നെ നമ്പർ നമ്പറൊന്നും ഇല്ലേ? യെസ്, ഫോം താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്താൽ മതി. ഓർ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം, 9207998855 വിളിക്കാം. ഓർ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാലും മതി. നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ ഒരു 5-8 വർഷം കഴിയുമ്പോൾ യു വിൽ ബി ദ സക്സസ്ഫുൾ പേഴ്സൺ. അതിൻ്റെ തുടക്കം ഇന്നു മുതലാവട്ടെ.